നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ പൊള്ളിച്ചടുക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ സീസണിൽ അദ്ദേഹം ഗോളടിച്ച് തിമിർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG വേണ്ടി അദ്ദേഹം ഗോളടിച്ചതോടുകൂടി ചാമ്പ്യൻസ് ലീഗിൻ്റെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് എടുക്കുക. അതിൽ നെയ്മർ ജൂനിയർ മറികടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു കിലിയൻ എംബാപ്പെ. അദ്ദേഹത്തിന് ചെറിയ പ്രായമാണ്. ഇനിയും എത്രയോ UCL മത്സരങ്ങൾ അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരുപാട് മുകളിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഇന്നലത്തെ ഗോളോടുകൂടി കിലിയൻ എംബാപ്പെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 44 ഗോളുകൾ തികച്ചിരിക്കുകയാണ്. ഡ്രോഗ്ബയ്ക്കും 44 ഗോളുകളാണുള്ളത്. അതേസമയം നെയ്മർ ജൂനിയർ, ഡെൽ പിയറോ ഇവർ 43 ഗോളുകളുമായിട്ട് നിൽക്കുകയാണ്. ആ രണ്ടുപേരെയും മറികടന്ന് കഴിഞ്ഞു കിലിയൻ എംബാപ്പെ. ഇനി നോക്കുക, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് നമ്മൾ എടുത്താൽ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന കണക്കാണേ. ഒന്നാമതുള്ളത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. 141 ഗോളുകളുമായിട്ട് മിസ്റ്റർ UCL എന്ന് വിളിപ്പേരുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും ആ റെക്കോർഡ് തകരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമതുള്ള ലിയോ മെസ്സിക്ക് 129 ഗോളുകളും, മൂന്നാമതുള്ള ലെവൻഡോസ്കിക്ക് 92 ഗോളുകളും, നാലാമതുള്ള ബെൻസീമക്ക് 90 ഗോളുകളും, അഞ്ചാമതുള്ള റൗൾ ഗോൺസാലസിന് 71 ഗോളുകളുമാണുള്ളത്. എന്തായാലും ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് ഇനി ആരെങ്കിലും തകർക്കുമോ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എംബാപ്പെ 44 ഗോളുകളുമായിട്ടുണ്ട്. ഏർലിംഗ് ഹാലൻഡ് ഓൾറെഡി 40 UCL ഗോളുകൾ നേടിയിട്ടുമുണ്ട്. ആ രണ്ട് താരങ്ങളാണ് ഏതായാലും ഇനി ക്രിസ്ത്യാനോയെ മറികടക്കുമെങ്കിൽ ഏറ്റവും അധികം സാധ്യതയുള്ളത്. ലെവൻഡോസ്കിക്ക് 92 ഗോളുകളുണ്ട് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഇനി എത്ര നാൾ കളി തുടരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.